അച്ഛനോട് പറയണം, ഞാൻ പോവാ. ശരി. നമ്മളിവിടെ 4 കൊല്ലമായി. തലവേദന പോലെ കുറെ കൂടിയത് തന്നെ. അന്ന് എന്നെ കണ്ടു കഴിഞ്ഞിട്ട് അച്ഛൻ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു. മോളെ, നിന്റെ അമ്മയുടെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയാം. പെൺകുട്ടികളോട് അച്ഛന്മാർ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഞാനും മിനുവും തമ്മിൽ 24 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. വിദ്യാഭ്യാസം മുറിഞ്ഞ യോഗ്യതകളല്ലെന്ന് അവൻ ജീവിതത്തിൽ തെളിയിച്ചു. നിന്റെ തീരുമാനങ്ങളിൽ നീ എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് മിനുവിൻ്റേത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ. അതെന്താ അച്ഛനോട് പറഞ്ഞു? എടി, ഞാൻ നിന്റെ അച്ഛനോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എടി, നിന്നെ പോലുള്ള പെൺപിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയിൽ നിന്ന് സ്ത്രീയിലേക്കുള്ള വലിയ ജേർണിയാണ്. ജനിക്കുമ്പോൾ തൊട്ട് കല്യാണ ദിവസം വരെ സ്വന്തം വീട്ടിൽ, കല്യാണം കഴിച്ചാണെങ്കിലോ മറ്റൊരാളുടെ വീട്ടിൽ. അവിടെ അവൾ സേഫ് ആണോ അല്ലേ എന്നുള്ളത് അച്ഛനും അമ്മയ്ക്കും ആദ്യം വേറെ. പിന്നെ അറിയാലോ, ഭർത്താക്കന്മാരുടെ വീടായിരിക്കും അവിടെ ലോകം. പുതിയ ആളുകൾ, പുതിയ രീതികൾ. എന്തായാലും ഒരു ചെറിയ പട്ടിക്കുട്ടി വാങ്ങുന്ന പോലെ. പിന്നെ അവരുടെ അച്ഛനെ നിലയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന അവസാന ദിവസം വിവാഹം. പിന്നെ അവൾ സ്വന്തം വീട്ടിലേക്ക് വരുന്ന വെറും അതിഥിയായിട്ട്. അങ്ങനെ ഒരു പെൺകുട്ടി സ്ത്രീയായി മാറുന്ന കാലഘട്ടങ്ങളിൽ അവളുടെ ചുറ്റും എന്തൊക്കെയാ സംഭവിക്കുന്നത്? അങ്ങനെ ഒരു സിറ്റുവേഷൻ സ്വന്തം ഭാര്യയാൻ പോകുന്ന പെൺകുട്ടിയെ വെച്ച് മൂന്നാംകട വിലപേശം നടത്തുന്നവന്മാരെ ഈ ഭൂമിക്ക് ഭാരം തന്നെ. ഇത്രേ പറഞ്ഞു. ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു പരിശോധനയ്ക്ക് ശേഷം പുതിയ ജീവിതം നടക്കുമ്പോ കൂടെ നിൽക്കണ ഞങ്ങള് ഭർത്താക്കന്മാർ തന്നെയല്ലേ. ഞങ്ങളെ പോലെ നല്ല ചക്കന്മാരുണ്ടടി. സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 66 സ്ത്രീകളാണ് കേരളത്തിൽ മരിച്ചത്. 2016 മാത്രം 25 സ്ത്രീകൾ കേസിൽ തിരുവനന്തപുരത്ത് അധ്യാപകനും അമ്മയ്ക്കും 9 വർഷം തടവ് ശിക്ഷ നടപ്പാക്കിയിട്ടും കേരളത്തിൽ ഗാർഹിക ചൂഷണങ്ങൾക്കും മരണങ്ങൾക്കും അറുതിയില്ല.